സൂയിസൈഡൽ ടെൻഡൻസിയിൽ നിന്ന് ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുത്താനായിട്ട് എനിക്കൊരു 5 minutes കൊണ്ട് സാധിച്ചു എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരാളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്, നോട്ട് എ ഡോക്ടർ, ആസ് എ ഹ്യൂമൻ എങ്ങനെ നമുക്ക് ഒരാളെ രക്ഷിച്ചെടുക്കാം, ഈ 3 കാര്യങ്ങൾ ഒരാളെ ലൈഫിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് ഒത്തിരി NLPയിൽ കോൺഫിഡൻസ് തന്നു. ഇത് സൂയിസൈഡൽ നോട്ടായിരുന്നു. അതായത് ഇത് ലാസ്റ്റ് ഡോക്ടറുടെ അടുത്തായിരുന്നു എൻ്റെ ലാസ്റ്റ് ഇത് ഈ ബാഗിൽ തന്നെ കിടക്കണം. പക്ഷെ അവരുടെ ഒരു വയറിൻ്റെ പ്രശ്നമായിരുന്നു. അവർക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല, വയറിന്റെ പ്രശ്നം കൊണ്ടാണ് അവരത് ചിന്തിച്ചത്. സൂയിസൈഡൽ ടെൻഡൻസി വന്നു അവർക്ക്. ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ് അവര്. നമ്മുടെ യോഗ പ്രാക്ടീസ് കൊണ്ട് ചിലപ്പോൾ 10-15 ദിവസം കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. പൂച്ചയെ കാണുന്നതാണ് അവരുടെ പേടിയെങ്കിൽ ആ പൂച്ച പുലിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കലാണ് അവിടെ ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം അതൊന്ന് കണ്ണടച്ചൊന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണം അതും ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, സങ്കല്പിച്ചു. അപ്പോൾ ഈ 2 ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഭയങ്കര കളർഫുൾ അല്ലായിരുന്നോ? അതേസമയം ഇഷ്ടപ്പെടാത്ത ഭക്ഷണം എവിടെയായിരുന്നു? നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു ബാക്ക് സൈഡിലല്ലേ നിങ്ങളത്, അതായത് കുറച്ച് ദൂരെയല്ലേ നിങ്ങളത് കാണുന്നത് അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ മൈൻഡിൽ എവിടെയാണ് അത് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ണടയ്ക്കണ്ട, ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിലൊന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങളുടെ കണ്ണ് പോയത് കണ്ടോ? കണ്ണെങ്ങോട്ടാ പോയത്? അങ്ങോട്ട് പോയി. അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അതിനെയാണ് ഐ പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ബ്ലിങ്ക് ചെയ്യുമല്ലോ, ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു എൻ്റെ ഐ മൂമെൻറ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ അപ്പോൾ തന്നെ എൻ്റെ ഈ പഠിപ്പിച്ച സാറ് ചോദിച്ചു, മോളെയാണോ ചിന്തിച്ചതെന്ന് ചോദിച്ചു, എൻ്റെ ഫസ്റ്റ് ചൈൽഡ്. അപ്പം ഞാൻ എൻ്റെ മോളെയാണ് ഫസ്റ്റ് കാണുന്നത്. അതെനിക്ക് ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല. അപ്പം അത് എൻ്റെ 2 മക്കളെ, ഇപ്പം ഇനി ആ ചെറിയ ആൾക്ക് ബുദ്ധിമുട്ട് വരരുത്, പക്ഷെ മോനെയായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇത് നമ്മുടെ ഉള്ളിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ചിന്തിക്കേണ്ട പോലും ആവശ്യമില്ല, നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പം അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു മൂമെന്റ് വന്നത്, നിങ്ങൾക്ക് 2 പേരെ കൺഫ്യൂഷൻ വന്നു. അതായത് ആരെ വേണ്ടത്, അമ്മ വേണോ? ഇത് വരുമ്പോൾ മാത്രമാണ് ആ ഒരു ഇത്. അപ്പം എനിക്ക് നിങ്ങളത് പറയാതെ തന്നെ എനിക്കത് പറയാൻ പറ്റി. അത് നിങ്ങളുടെ കണ്ണിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്. ഇതാണ് NLP എനിക്ക് തന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി ഞാൻ പറയുന്നത് കൺവിൻസ്ഡ് ആണോ എന്ന് അറിയണമെങ്കിൽ അവരുടെ മൂവ്മെൻ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? കുറച്ച് ഫോർവേഡിലേക്ക് വരും. അതേസമയം നിങ്ങൾക്ക് എൻ്റെ ടോപ്പിക് ഇഷ്ടമല്ല, അപ്പം നിങ്ങൾ എപ്പോഴും എവേ ആയിരിക്കും. അതായത് ഞാനിത് കുറേ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് തന്നെ ഞാൻ ചില സമയത്ത് പറയും ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടെന്ന് പറയും. കാരണം അത് വലിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് എനിക്ക് ആക്ച്വലി ഈ NLP എനിക്ക് അവിടെ വർക്കൗട്ട് ആവും. അപ്പോൾ ഭാര്യ എൻ്റെ ഭയങ്കര ഒരു നല്ല വെൽവിഷറാണ്. മറ്റേ ഭർത്താവിന് ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ആള് വന്നേക്കണത്. അപ്പോൾ ഭർത്താവിൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ എനിക്കറിയാം വൈഫിനെ ഇത് സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് പറയും, ഇത് കൺവിൻസിങ് ആണെങ്കിൽ മാത്രം നമ്മുടെ സർവീസസ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ, ഒന്നും അവരെൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്തില്ല. എന്നിട്ടും ഡോക്ടറിനെ എങ്ങനെ വെച്ചപ്പോൾ ഞാൻ പറയും എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയും. അപ്പം അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല ഏരിയ. ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പറയുന്ന കുറേയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ ഓഡിയോ, ഇപ്പം നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ ബാക്ക് ടു നമ്മളുടെ ഇത്, ഇപ്പം രോഹിത് പറഞ്ഞ ഒരു ഡയലോഗ് നമ്മൾ ഓഡിയോ ആയിട്ടുള്ളൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സിഗ്നലിനെ ഓഡിയോ കൊണ്ട് തന്നെ മാറ്റുകയെന്ന് പറയും. വിഷ്വലായിട്ട് നമുക്ക് വന്നൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫോർമേഷനെ വിഷ്വലായിട്ട് തന്നെ നമ്മൾ മാറ്റും. കൈനസ്തെറ്റിക് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്ത ഒരു പ്രോബ്ലത്തിനെ ഫീൽ ചെയ്യുന്നതിനോട് തന്നെ മാറ്റണം. അപ്പം എന്താണ് അവരുടെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകണം. എന്നാൽ മാത്രം അവർക്കെന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇതിനകത്താണ് എനിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളൊരു എന്ന് വെച്ചാൽ ഒരാളെ സൂയിസൈഡിൽ നിന്ന് എനിക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റി. അതായത് ഒരാളെ ലൈഫ് സേവ് ചെയ്യാൻ എനിക്ക് പറ്റി. കാരണം ഈ മൈൻഡ് സെറ്റ് മാറ്റി, അതായത് അത് ആ ആളെ എനിക്ക് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇത് പറയുന്നത്. അതായത് പേര് പറയുന്നില്ല, ഇത് കുവൈറ്റിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ആള് ഒരു വെർജ് ഓഫ് സൂയിസൈഡിൽ ആ കടലിന്റെ സൈഡിൽ പോയി നിൽക്കുകയാണ്. അപ്പൊ അവരുടെ കൂട്ടുകാരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതിനകത്ത് നിൽക്കുകയാണ്, അപ്പൊ ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് ആളെവിടെയാന്ന് പോലും അറിയില്ല, എന്നോട് മാത്രമാണ് ആള് സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ആളെ സംസാരിപ്പിച്ച് അതിൽ നിന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് NLP ടെക്നിക്സ് പറഞ്ഞ് മുമ്പിൽ എന്താണ് അതിനെ വിഷ്വലൈസ് ചെയ്യിപ്പിച്ചു.
അങ്ങനത്തെ കുറച്ച് വിഷ്വൽ ടെക്നിക്സ് ആ സമയത്ത് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പതുക്കെ ആളുടെ ആ സൂയിസൈഡൽ ടെൻഡൻസിയിൽ നിന്ന് ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുത്താനായിട്ട് എനിക്കൊരു 5 minutes കൊണ്ട് സാധിച്ചു എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് ലിറ്ററലി ഞാൻ വിറയ്ക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 1 മണിക്കാണ് ഈ രാത്രി കോൾ വരുന്നത്. ആ ദിവസം മാത്രം ഞാനത് മ്യൂട്ടാക്കാൻ വിട്ടുപോയി എന്നുള്ളത് ആ പയ്യൻ്റെ ഒരു അനുഗ്രഹം. 2 എന്ന് പറയുന്നത് ഈ കുവൈറ്റിലായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഫോൺ കോൾ വന്നത് എനിക്കാണ്. എന്തെങ്കിലും അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ എനിക്ക് ആദ്യം പിടിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് ലൈഫ് സേവ് ചെയ്തേ പറ്റുള്ളൂ. 3ാമത്തെ കാര്യം, ഒരാളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് നമുക്ക് തോന്നുന്ന നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്, നോട്ട് എ ഡോക്ടർ, ആസ് എ ഹ്യൂമൻ, എങ്ങനെ നമുക്ക് ഒരാളെ രക്ഷിച്ചെടുക്കാം. ഈ 3 കാര്യം ഒരാളെ ലൈഫിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഒത്തിരി NLPയിൽ കോൺഫിഡൻസ് തന്നു. നമ്മൾ എത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും പെട്ടെന്ന് പതറിപ്പോകാൻ കഴിയുന്നൊരു സ്റ്റേജാണ് നമ്മുടെ മുന്നിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരു സാഹചര്യം. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നത് പലപ്പോഴും എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പല പെൺകുട്ടികളിലും സൂയിസൈഡലിൻ്റെ ടെൻഡൻസിയോട് കൂടി അവർ എൻ്റെ മുമ്പിൽ വന്നിരിക്കണം. കാരണം അവർ കംപ്ലീറ്റ്ലി അവരുടെ ഐ മൂവ്മെൻറ്റ് പോലും ബ്ലോക്ക്ഡാണ്. അതായത് അവർ നമ്മുടെ മുഖത്തേക്ക് പോലും നോക്കില്ലാതെയാണ് പലപ്പോഴും ഇവിടെ കൺസൾട്ടേഷന് വരുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് തന്നെ ഈ കുട്ടിയുടെ മനസ്സറിഞ്ഞ് ഞാൻ പല കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ 1 വീക്ക് സർവീസ് കഴിഞ്ഞിട്ട് ഒരു സ്ലിപ്പ് കാണിച്ചു തന്നു, അവരുടെ പേഴ്സിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തന്നു. ഇത് സൂയിസൈഡൽ നോട്ടായിരുന്നു എന്ന്. അതായത് ഇത് ലാസ്റ്റ് ഡോക്ടറുടെ അടുത്തായിരുന്നു എൻ്റെ ലാസ്റ്റ് ഇത് ഈ ബാഗിൽ തന്നെ കിടക്കണം. കാരണം എന്തെങ്കിലും എനിക്ക് സംഭവിച്ചത് ലാസ്റ്റ് നോട്ടാണ്, അത് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ട് അതിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റി. പക്ഷെ അത് ഞാനല്ല, എൻ്റെ അസിസ്റ്റൻറ്റ് ഡോക്ടറായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എല്ലാം എൻ്റെ ക്രെഡിറ്റ് പറയാൻ പാടില്ല. അന്ന് നമ്മളുടെ സർവീസാണ് ആ വ്യക്തിയെ. പക്ഷെ അവരുടെ ഒരു വയറിൻ്റെ പ്രശ്നമായിരുന്നു. അവർക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. വയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവരത് ചിന്തിച്ചത്. അതുകൊണ്ട് സൂയിസൈഡ് ടെൻഡൻസി വന്നു അവർക്ക്. കാരണം ഒത്തിരി അവർക്ക് ആഹാരം കഴിക്കാതെ അവരുടെ വീടിനൊരു ബാധ്യതയാണെന്ന് അവർക്ക് തോന്നി. അതായത് അവർക്ക് കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഭാര്യയാണെന്നുള്ള രീതിയിൽ അവർ ഫെയിലിയറാണെന്ന് അവർക്ക് തോന്നിയപ്പോൾ. അപ്പോൾ ആക്ച്വലി നമ്മളുടെ ഒരു പേഷ്യൻ്റ്, അപ്പോൾ അവർ ഈ പറഞ്ഞ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ വയറിൻ്റെ ഒരു പ്രശ്നം വന്നവർ ആകെ ഒരു താളം തെറ്റിയ സമയത്ത് അവർ നമ്മുടെ അടുത്ത് വന്ന് ഈ ഒരു നോട്ട് എഴുതി വെച്ചിട്ടാണ് അവർ ബാഗിൽ ഇത് വെച്ചത്. എന്നിട്ട് അവർ ഇവിടുത്തെ സർവീസൊക്കെ കഴിഞ്ഞിട്ട് ആ നോട്ട് നമ്മളുടെ ജൂനിയർ ഡോക്ടറെ കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ എത്രയോ പേര് ഇവിടെ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾക്ക് പലപ്പോഴും വയറിൻ്റെ പ്രശ്നം അവരുടെ ഒരു ജീവിതം പോലും അവസാനിപ്പിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് രാഹുൽ നേരത്തെ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗട്ട് ബ്രെയിൻ ആക്സസ് ഞാൻ പറയാനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവയർനെസ് സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്യാനും കാരണം എൻ്റെ തന്നെ പേഷ്യൻസാണ്. ഇതുകൊണ്ട് പോലും ജീവിതം അവസാനിപ്പിക്കാനുള്ള പ്രശ്നം വരും, തീർച്ചയായിട്ടും വരും. കാരണം അവർ വീട്ടുകാർക്കൊരു ബാധ്യതയെന്ന് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പ്രായമുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല വയറിൻ്റെ പ്രശ്നം കാരണം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ഒരു പയ്യൻ ഓസ്ട്രേലിയയിൽ നിന്ന് ജോലി അവസാനിപ്പിച്ച് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വന്ന് കൊച്ചിയിൽ വന്ന് കൺസൾട്ടേഷൻ എടുത്തു. അങ്ങനെ എനിക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് ഈ പാനിക് അറ്റാക്ക് പോലെ വന്ന് ഇത് വയറിൻ്റെ പ്രശ്നമാണെന്നുള്ളത് ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അവിടെ മുഴുവൻ ഈ ECG എടുത്തും കാർഡിയോ സെക്ഷനിൽ പോയി അവിടെയൊക്കെ എന്ത് പാടാമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. മെഡിക്കൽ സിസ്റ്റമൊക്കെ നമുക്ക് വളരെ വൈകിയാണ് അവരുടെ ടെസ്റ്റുകളും ഇതെല്ലാം കിട്ടും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്കെന്തോ മാനസികമായിട്ടും എൻ്റെ ഹൃദയത്തിന് എന്തോ പ്രശ്നമാണെന്ന് വിചാരിച്ച് ജോലി വരെ അവസാനിപ്പിച്ച് ഇവിടെ വന്ന് ഒരു 10 ദിവസം കൊണ്ട് ആൾക്ക് നമ്മൾ പ്രോബയോട്ടിക്കും അതുപോലെ തന്നെ യോഗയുടെ സർവീസും ഫുഡും ഒക്കെ കറക്റ്റ് ചെയ്ത് 10 ദിവസം കൊണ്ട് പക്ഷെ ആളപ്പോഴത്തേക്കും ജോലി ഉപേക്ഷിച്ചായിരുന്നു. അപ്പം പലപ്പോഴും പലരും മനസ്സിലാക്കാത്തൊരു ഫാക്റ്റാണ് ഗട്ട് എന്നുള്ളൊരിത്. ആ ഗട്ടും ബ്രെയിനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു. ഇപ്പോൾ മാം പറഞ്ഞു, ഇപ്പോൾ പല വിഷയങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇതിൽ ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇത് ഗട്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതായത് നമ്മളുടെ ഒരു കാര്യത്തിലും നീതി പുലർത്താൻ പറ്റാതിരിക്കുക. അതായത് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു സ്ത്രീയെ സ്ത്രീയാക്കുന്ന അവരുടെ ഫെമിനിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് അയണാണ്. അയൺ ഇല്ലെങ്കിൽ ഒരു സ്ത്രീ വളരെ ഒരു പൂ ചുരുങ്ങുന്നത് പോലെ ഇങ്ങനെ മങ്ങിപ്പോവും. അതേപോലെ തന്നെയാണ് ഒരു പുരുഷന് സിങ്ക്,
അതായത് അവൻ്റെ ശരീരത്തിലെ സിങ്കിൻ്റെ അളവ് കുറയുമ്പോൾ അവർക്ക് ഒരു രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. മറ്റേ അവരുടെ പങ്കാളിയോടുണ്ടാവില്ല, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവരുടെ ഓഫീസിലും അവർക്ക് ഒരു കർമ്മങ്ങളിലേക്കും അവർക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറയും, നിങ്ങളൊരു സിങ്കിൻ്റെ ടെസ്റ്റിനൊക്കെ നല്ല പൈസയുള്ള ടെസ്റ്റുകളാണ്. അപ്പം ഞാൻ പറയും പംകിൻ സീഡ്സ്, മത്തക്കുരു നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് നമ്മൾ തൈരിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ കഴിക്കാം. ഇങ്ങനെ ഒരു മാസം കഴിച്ചു നോക്കുക, അവരുടെ സിങ്കിൻ്റെ ലെവൽ നല്ല രീതിയിൽ നല്ല എനർജി വരും. അതേസമയം ഒരു സ്ത്രീ ആവട്ടെ നല്ല അനീമിക്കാണ്, മിക്കവരും അനീമിക്കാന്ന് മനസ്സിലാക്കുന്നില്ല. അവരുടെ ക്ഷീണം, തളർച്ച, സ്റ്റെപ്പ് കയറുമ്പോഴുള്ള കിതപ്പ്, ദേഷ്യം, അതുപോലെ തന്നെ മാസമുറയിലുള്ള വ്യത്യാസങ്ങൾ, അവർക്ക് ഒത്തിരി ഇമോഷണൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ എല്ലാത്തിലും മടി, ഇതൊക്കെ അയണുമായിട്ട് ബന്ധപ്പെട്ട അയൺ അവരുടെ ചുരുങ്ങുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് എൻ്റെ മുമ്പിലേക്ക് വരും. പല റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളും ബ്രേക്കപ്പ് ആവാൻ കാരണം വയറിൻ്റെ ഉള്ളിലുള്ള അബ്സോർഷൻ. അപ്പം ഇത് ഈ അയൺ ഡെഫിഷ്യൻസി വരുന്നതും പുരുഷനിലുള്ള സിങ്ക് കുറയുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? അവൻ്റെ വയറിലുള്ള അബ്സോർഷൻ കുറയുന്നത് കൊണ്ടോ അവനത് കൊടുക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് വയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, ഞാൻ പറയുന്നത് വെച്ചാൽ വയറുകൊണ്ട് റിലേഷൻഷിപ്പ് ശരിയാവുന്നല്ല പറയുന്നത്, അത് അവനവൻ്റെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു പരിധി വരെ ഇമോഷണൽ ഇഷ്യൂസിനെ നമുക്കവിടെ തരണം ചെയ്യാനായിട്ട് ദേഷ്യം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ യോഗ ക്ലാസ്സിന് അവരുടെ പാർട്ട്ണറിന് കാശ് കൊടുക്കുന്നത് മറ്റേ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തിട്ടായിരിക്കും എന്തെങ്കിലും യോഗ ക്ലാസ്സിൽ പൊക്കോ. കാരണം ഒരു സമാധാനം വീട്ടിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് വരുന്നവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു കപ്പിൾ യോഗയും കൂടെ തുടങ്ങാനായിട്ടുള്ള ഒരു ഇതുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സമയം കിട്ടും. അവർക്ക് അവരുടെ പങ്കാളിയുടെ, പലപ്പോഴും എന്താ വെച്ചാൽ ഭാര്യയുടെ പ്രശ്നം ഭർത്താവ് അറിയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുവൈറ്റിലെ സെഷൻസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭാര്യയ്ക്ക് കാലിൽ തൊടാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഭർത്താവിന് സുഖമായിട്ട് കാലിൽ തൊടാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ആൾക്ക് ഇരിക്കുന്നത്, നിങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെയാണോ ഇരുന്നത് എന്നൊക്കെ അവർ ചോദിക്കുക. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ എൻ്റെ വൈഫിന് ഇത്രയും ബുദ്ധിമുട്ടായി, ചിലപ്പോൾ അവർക്ക് സങ്കടം തോന്നും. അതായത് എൻ്റെ വൈഫ് ഇത്രയും ആരോഗ്യത്തിൽ മോശമായി പോയിട്ടുണ്ടോ എന്നുള്ള തിരിച്ചറിവുകൾ. പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഇൻറ്റിമസി വർദ്ധിപ്പിക്കാൻ ഒക്കെ ഒരു യോഗ സെഷൻസ് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിലേഷൻഷിപ്പ് ബെറ്ററാക്കാൻ തുറന്ന സംസാരം ഇതൊന്നും അവർക്കില്ല. അപ്പോൾ അവരുടെ ഒരു മ്യൂച്വലായിട്ടുള്ള അവരിപ്പോൾ യോഗ എന്ന് മാത്രമല്ല, അവർ ഒരുമിച്ചുള്ള വാക്കിങ് അല്ലെങ്കിൽ ഒരുമിച്ച് ഉള്ള കുറച്ച് യാത്രകൾ, ഇതൊക്കെ അവരെ ഒത്തിരി ഷെയർ ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളില്ല എന്ന് പറയുമല്ലോ, അതുപോലെയൊക്കെ ഒത്തിരി ഹീൽ ചെയ്യുന്ന ഒരു ഇതാണ്. എന്താണെങ്കിലും അവസാനത്തെ ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ എത്ര നാൾ കൊണ്ട് ഞാൻ ഈ ഫുഡ് ഡയറ്റ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറി എനിക്ക് വേറൊരു മനുഷ്യനാകാൻ കഴിയും? അതായത് ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. അതെ, ബോഡി ട്രാൻസ്ഫോർമേഷൻ. കാരണം എല്ലാവർക്കും ഇപ്പം നമുക്കറിയാം, എല്ലാ വർഷവും പുതുവർഷം ജനിക്കുമ്പോൾ എല്ലാവരും പുതിയ പുതിയ ട്രാൻസ്ഫോർമേഷൻ എടുക്കും. അതേപോലെ ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ ഈ പോയ കാര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. വണ്ണം കുറയ്ക്കാനും വണ്ണം കൂട്ടാനും, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടും പുതിയൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ഉടലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എത്ര നാളുകൊണ്ട് അവർക്ക് ഈ ആഹാര ക്രമീകരണം മാറ്റി കഴിഞ്ഞാൽ അവർക്ക് പുതിയൊരു മനുഷ്യനാവാൻ? ശരിക്കും പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇപ്പോൾ അവർക്ക് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ചെറുതായിട്ട് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ കാണുന്നത് അവരുടെ ഉറക്കത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഉറക്കം കറക്റ്റാക്കി നേരത്തെ കഴിച്ച് സമയത്തിന് ഒരു 10-10:30 ആകുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റാവുന്ന സാധ്യതയുള്ളവരാണെങ്കിൽ ഒരുവിധം പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഭക്ഷണം വളരെ മോശമായിട്ടായിരുന്നു അവർ ഇത്രയും നാളും പോയിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഡയറ്റ് ചാർട്ട് കിട്ടുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ അവർക്ക് നല്ല വ്യത്യാസം വരും. ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ഒരാളാണ് അവർ നമ്മുടെ യോഗ പ്രാക്ടീസ് കൊണ്ട് ചിലപ്പോൾ 10-15 ദിവസം കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വരും. ഡിപ്പെൻസ് അപ്പോൺ അവർ എന്ത് കേസാണെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ വയറിൻ്റെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുന്നത് 3 മാസം വന്നാൽ മതി എന്നാണ് പറയാറ്. 3 മാസം വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തൊരു പ്രയോജനം ഇല്ലെങ്കിൽ യു ആർ ഫ്രീ ടു ഡിസ്കണ്ടിന്യൂ, അല്ലെങ്കിൽ 1 മാസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ എന്നേ പറയാറുള്ളൂ. ഫുൾ പ്രോമിസ് ചെയ്യില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഞാനൊരു IP ഫെസിലിറ്റി അല്ല, നമ്മളൊരു OP ഫെസിലിറ്റിയാണ്. നിങ്ങൾ എന്താണ് വീട്ടിൽ പോയി
കഴിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡയറ്റ് ചാർട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് അടുത്ത മാസം ഫോളോ അപ്പിന് വന്നിട്ട് പറയുകയാണ് ഞാൻ എല്ലാം ചെയ്തു എന്ന് നുണ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡയറ്റ് ചാർട്ട് ഒരു മാസം തന്നിരിക്കുന്ന അത് കറക്റ്റായിട്ടും യോഗ പ്രാക്ടീസ് ചെയ്തും നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് മാറ്റം ഇതുണ്ട് പ്രോബയോട്ടിക്കിൻ്റെ എടുക്കണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാ രീതിയിലും നിങ്ങൾ കറക്റ്റായിട്ട് 100% ജസ്റ്റിസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഗട്ട് റിലേറ്റഡ് മൈഗ്രെയിൻ എന്നൊക്കെ ഉള്ളത്. പെൺകുട്ടികളിലുള്ള ഹോർമോണൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ രാഹുൽ പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിൽ അവർക്ക് മിനിമം 3 മാസം വേണം. ഒരു സൈക്കിൾ ടു നെക്സ്റ്റ് സൈക്കിൾ, അത് കഴിഞ്ഞിട്ടുള്ളൊരു സൈക്കിൾ വരുമ്പോൾ നമുക്ക് അവിടെ 3 മാസം കൊണ്ട് നമുക്കൊരു 2 സൈക്കിളേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്കൊരു 3-4 മാസം കൊണ്ടേ നമുക്കത് അറിയാൻ പറ്റും. ഒരു വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമുക്കൊരു 6 മാസമെങ്കിലും വേണ്ടി വരും അത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ ഷോർട്ട് ടേം ഗോൾസ് ഒന്നും ഞാൻ പറയാറില്ല. നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും, ഞാൻ മറ്റേ കൺസൾട്ടേഷൻ്റെ ഇത് എനിക്ക് സാധിക്കാത്തതാണ്, ഞാൻ റീഫണ്ട് കൊടുക്കും. ഞാൻ പറയും എനിക്ക് സാധിക്കില്ല, എനിക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ തുറന്നു പറയും. എനിക്ക് പറ്റാവുന്നത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പം ഈ രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഇത് നമ്മൾ മാമിൻ്റെ അടുത്തേക്ക് ഓഫ്ലൈനായിട്ടാണോ വരേണ്ടത് ഓൺലൈനായിട്ടാണോ വരേണ്ടത്? ഇതിനെപ്പറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ, അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ UK, USA, ഓസ്ട്രേലിയ, NRIs, അതായത് നമ്മുടെ മിഡിൽ ഈസ്റ്റ്, ഇത്രയും ആൾക്കാർ നമുക്ക് എല്ലാ 1-2 ദിവസങ്ങളും ഞാൻ ഓൺലൈനും എല്ലാ 1-2 ദിവസം ഓഫ്ലൈനും ആയിട്ട് അങ്ങനെ മിക്സ് ചെയ്താണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് അതിൽ കൂടാതെ നമ്മളുടെ ചാരിറ്റി യോഗ ഓൺലൈൻ സെഷൻസ് നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് നയിക്കുന്ന വേറെ സെഷൻസ് ഉണ്ട്. അതുകൂടാതെ 1-to-1 കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള യോഗ തെറാപ്പി ഉണ്ട്. അപ്പോൾ ഈ 1-to-1 കസ്റ്റമൈസ്ഡ് ആയിട്ട് യോഗ തെറാപ്പിയിൽ നിന്ന് ഇവരെ ഡോക്ടേഴ്സ് നയിക്കുന്ന മറ്റേ ഗ്രൂപ്പ് സെഷൻസിലേക്ക് എടുക്കും. ആ ഗ്രൂപ്പിലും കൂടി ഇവർ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ചാരിറ്റി യോഗയിലേക്ക് യോഗ ഇൻസ്ട്രക്ടർ നയിക്കുന്ന ഇതിനകത്ത് അങ്ങനെ 3 ഘട്ടമായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്കൊരു 300 രൂപ, ഒരു 100 രൂപ മതി മാസം. അത് ഒരു ചാരിറ്റി ഇതെന്നുള്ള രീതിയിലേക്ക് നമ്മൾ 3ാമത്തെ സെറ്റ്. പിന്നെ അവർക്ക് ആ ഫോർ എവർ യോഗയും നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ഡയറ്റ് ചാർട്ടുമായിട്ട് കണ്ടിന്യൂ ചെയ്തോളാനാണ് പറയാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ഡയറ്റ്, യോഗ, പിന്നെ പെയിൻ മാനേജ്മെൻറ്റ്. വേദനയ്ക്കെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ അക്യുപഞ്ചർ, കപ്പിംഗ് തെറാപ്പി, ഇങ്ങനെയുള്ള സർവീസസ് ആണ് വരുന്നത്. നമ്മളുടെ ബ്രാഞ്ച് വരുന്നത് പാലാരിവട്ടം, പനമ്പള്ളി. ഇപ്പം നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് ഗിരിനഗറിലാണ്. ഇനി നമുക്ക് തൃശ്ശൂരും കോഴിക്കോടും ഞാൻ മന്ത്ലി വിസിറ്റും പോകാറുണ്ട്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും വേറെ വിഷയങ്ങളുമായിട്ട് വീണ്ടും മറ്റൊരു ദിവസം ഒരുപാട് താങ്ക് യു.